+1 പിള്ളേരെ സുഖല്ലേ നിങ്ങൾക്ക്? ദേ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഇങ്ങനെ അടുത്ത് വന്നു. ദേ ഇന്റർവെല് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. മര്യാദയ്ക്ക് ഒരു ബുക്കൊക്കെ എടുത്തൊന്ന് പഠിച്ചേ, ഉഷാറായിട്ട് പഠിച്ചേ. ഇത്രയും നാളും പഠിക്കാതെ നടന്നില്ലേടാ. 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അതിൻ്റെ ഒരു ഇതിൽ നടന്നില്ലേ, ഇൻസ്റ്റാഗ്രാമൊക്കെ ട്രോള്, ആസ്കി ഡാൻസ് ഒക്കെ കളിച്ച് ഇത്രയും നാളും വിളവിളയായിരുന്നു. പക്ഷേ ഇപ്പം തൊട്ട് നമുക്ക് എന്ത് ചെയ്യണം? നന്നായിട്ട് ഉഷാറായിട്ട് പഠിക്കണം. നവംബർ ഇത്രയും ആയി, ഡിസംബറിൽ പരീക്ഷ ഇങ്ങ് വരും. നമുക്ക് ക്രിസ്മസ് പരീക്ഷ സെറ്റ് ആക്കണം. ആദ്യം തന്നെ നമുക്ക് ചാപ്റ്റർ വെയിറ്റേജ് ഒന്ന് നോക്കാം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതിൽ നിന്ന് 3 മാർക്കിനായിരിക്കും ഇവിടെ ചോദിക്കുന്നത്. പ്ലാൻ കിങ്ഡത്തിൽ നിന്ന് 2 മാർക്കായിരിക്കും ചോദിക്കുന്നത്. മോർഫോളജിയിൽ നിന്ന് 5 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. മോർഫോളജിയിൽ നിന്ന് അനാട്ടമിയിൽ നിന്നും 5 മാർക്ക് കട്ടയായിട്ട് മോർഫോളജിയും അനാട്ടമി ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ നിൽപ്പുണ്ട്. ഇനി സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നതിനകത്ത് നിന്ന് 6 മാർക്ക് നമുക്ക് ചോദിക്കാം. സെൽ ഓർഗനിലേക്ക് പഠിച്ചു വെച്ചിരിക്കണം. സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 5 മാർക്കാണ് ചോദിക്കുന്നത്. ഫോട്ടോസിന്തസിസ്, ഇതുണ്ട് ചെടിയുടെയൊക്കെ ഫോട്ടോസിന്തസിസ് എത്ര മാർക്ക് ചോദിക്കും? 4 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഇതാണ് ഒരു ഓവറോള് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയുടെ വെയിറ്റേജ്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ ഈ വെയിറ്റേജ് എന്ത് ചെയ്യണം? നിങ്ങളുടെ ബുക്കിലേക്കൊന്ന് നോട്ട് ചെയ്യണം. എന്നിട്ട് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ എന്ത് ചെയ്യണം? പഠിക്കണം. ഇനി പഠിച്ചു തുടങ്ങാത്തവരാണ് നിങ്ങൾ. എവിടെ നിന്ന് തുടങ്ങണം എന്നൊക്കെയാണ് നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട. ഇൻ്റർവെല്ല് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മാത്രം മതിയടാ നല്ല മാർക്ക് കിട്ടാൻ. ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. മക്കളെ, ഒന്നാമത്തെ ചോദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ബോട്ടണി, +1 ബോട്ടണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ. എന്തിൻ്റെ ബേസിലായിരിക്കും ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്യുന്നത്? അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ബാക്ടീരിയ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഏതൊക്കെയാടാ? കോക്കസ്, ബാസിലസ്, വിബ്രിയം, സ്പൈറലം. കോക്കസ്, ബാസിലസ്, വിബ്രിയം, സ്പൈറലം. കോക്കസ്, ബാസിലസ്, വിബ്രിയം, സ്പൈറലം. കോക്കസിന്റെ ഷേപ്പ് എന്താ മോനെ? സ്പിറിക്കൽ ഷേപ്പാ മക്കളെ. ബാസിലസിന്റെ ഷേപ്പ് എന്താ? റോഡ് ഷേപ്പ്ഡാണ്. ബാസി എന്ന് അർത്ഥം മതി. ബാസി റോട്ടിൽ കൂടെ പോയി. ബാസിലസിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ബേസിലസ് എന്നൊക്കെയാണ് വായിക്കുന്നത്. ബാസിലസ് നമ്മൾ ഓർത്ത് വെക്കുക, റോഡ് ഷേപ്പ്ഡാണ്. വിബ്രിയം ഏത് ഷേപ്പാണ്? കോമ ഷേപ്പ്ഡാണ്. സ്പൈറലം ഏത് ഷേപ്പാ? സ്പൈറൽ ഷേപ്പാണ്. അപ്പം ബാക്ടീരിയയെ അവരുടെ ആകൃതിക്ക് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? തരം തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? കോക്കസ്, ബാസിലസ്, വിബ്രിയം, സ്പൈറലം. അവരുടെ ഷേപ്പ് എന്ത് ചെയ്യണം? ഒരിക്കലും മറക്കരുത്. നമ്മുടെ ബുക്കിലോട്ട് ഇപ്പം തന്നെ എഴുതി വെച്ചോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ എന്തായാലും എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിക്കും. എപ്പോഴും ബോട്ടണിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ ബ്രയോഫൈറ്റ്സ് ആർ കോൾഡ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. പച്ചവെള്ളം പോലെ, ഞാനൊക്കെ പഠിക്കാൻ നേരത്തെ പച്ചവെള്ളം പോലെ പഠിച്ചു വെച്ചിരുന്ന ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് ബ്രയോഫൈറ്റ്സിനെ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കാൻ കാരണം? ഞാൻ എപ്പോഴും പഠിച്ചു വെക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ ആരൊക്കെ പഠിപ്പിച്ചാലും അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉത്തരവായിരുന്നു. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇത് ഉത്തരം എഴുതണമെന്ന്. വൈ ബ്രയോഫൈറ്റ്സ് ആർ കോൾഡ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നായിരിക്കും ക്വസ്റ്റ്യൻ. എങ്ങനെ ഇതിന് ഉത്തരം എഴുതണം? ആദ്യം ആ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് എഴുതി വെക്കുക. ബ്രയോഫൈറ്റ്സ് ആർ കോൾഡ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. എന്തുകൊണ്ടാണ് വിളിക്കുന്നത് അറിയുമോ? ഇവരുടെ ലൈഫ് സൈക്കിള് 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവർ എന്ത് ചെയ്യും? സോയിലിലായിരിക്കും അവർ മെജോറിറ്റി എന്ത് ചെയ്യുന്നത്? താമസിക്കുന്നത്. പക്ഷേ അവരുടെ സെക്ഷൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും? വെള്ളത്തെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം കരയിലും താമസിക്കും, വെള്ളത്തിലും താമസിക്കും. അതുകൊണ്ട് ഇവരെന്ത് വിളിക്കുന്നത്? ആംഫിബിയൻസ് എന്ന് വിളിക്കുന്നത്. എന്താ ഇപ്പോൾ ഉത്തരം എഴുതേണ്ടത്? ബ്രയോഫൈറ്റ്സ് ആർ കോൾഡ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ബിക്കോസ് they can എന്ന് വെച്ചാൽ അർത്ഥം എന്താ? കഴിയും. they can live in soil but are depend on water for sexual reproduction നടത്താൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇവർ പോകുന്നു. അപ്പോൾ അവരുടെ ലൈഫ് സൈക്കിളിൽ അവർ സോയിലിലും ജീവിക്കുന്നു, വെള്ളത്തിലും ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഇവർ എന്ത് വിളിക്കുന്നത്? ബ്രയോഫൈറ്റ്സിനെ ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കാൻ കാരണമാണ്. അപ്പോൾ ഒന്നുകൂടെ എൻ്റെ കൂടെ ഒന്ന് ഉത്തരം ഒന്ന് പറഞ്ഞേ. Bryophytes are called amphibians of plant kingdom because they can live in soil but also depend on water for the sexual reproduction. So they are called amphibians of പ്ലാന്റ് കിങ്ഡം. ഒരിക്കലും മറക്കല്ലേ. ബ്രയോഫൈറ്റ്സിനെ എന്താ വിളിക്കുന്നത്? ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. നമ്മളടുത്ത 3ാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെ. ഇതേപോലെ ഒരു 3 ഫിഗർ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് എസ്റ്റിവേഷൻ ആണെന്ന് എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് ചോദിക്കും. വളരെ സിമ്പിളാണ്. അപ്പം ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഏത് എസ്റ്റിവേഷനാണ്? വാൽവേറ്റ് എസ്റ്റിവേഷനാണ്. ഇങ്ങനെ ഒന്നിന് മേലെ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നതാണ്
ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ. എന്താ പറയുന്നത്? ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ. ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, ഇങ്ങനെ മുല്ലമുട്ട് പോലെ ഒരു മുട്ട് പോലെ ഇരിക്കുകയാണെങ്കിൽ അതിനെന്താ? വേസിലറി എസ്റ്റിവേഷൻ എന്ന് പറയും. അപ്പോൾ ഏതൊക്കെ എസ്റ്റിവേഷൻ ഉണ്ട്? വാൽവേറ്റ് എസ്റ്റിവേഷൻ, ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ, വേസിലറി എസ്റ്റിവേഷൻ. അപ്പോൾ പടം ഒന്ന് പ്രത്യേകിച്ച് ഒന്ന് സൂക്ഷിച്ചൊന്ന് നോക്കിക്കുക എൻ്റെ മക്കൾ. ദേ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വാൽവേറ്റ് എസ്റ്റിവേഷൻ, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ, ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വേസിലറി എസ്റ്റിവേഷനോ. ഒരിക്കലും മറക്കല്ലേ, 4ാമത്തെ ചാപ്റ്റർ അനാട്ടമി. ദൈവമേ, അതിന് ഇത് പഠിക്കാതെ പോവരുത് പ്ലീസ്. ബോട്ടണി പരീക്ഷയ്ക്ക് പോവരുത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ദേ ഈ 3 കാര്യങ്ങൾ: സ്റ്റെമ്മ്, റൂട്ട്, ലീഫ്. സ്റ്റെമ്മിൻ്റെ ഡൈക്കോട്ട്, മോണോക്കോട്ട്. റൂട്ടിൻ്റെ ഡൈക്കോട്ട്, മോണോക്കോട്ട്. ലീഫിൻ്റെ ഡൈക്കോട്ട്, മോണോക്കോട്ട്. എല്ലാം കൂടെ 1 2 3 4 5 6 എണ്ണം പച്ചവെള്ളം പോലെ കുടിച്ചിട്ട് വേണം എന്ത് ചെയ്യാം? പരീക്ഷയ്ക്ക് പോകാൻ. ഡിഫറൻസ് ബിറ്റ്വീൻ ചിലപ്പോൾ ഡൈക്കോട്ട് സ്റ്റെമ്മ്, മോണോക്കോട്ട് സ്റ്റെമ്മ് ചോദിക്കാം, ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ട് ചോദിക്കാം, ഡൈക്കോട്ട് ലീഫ്, മോണോക്കോട്ട് ലീഫ് ചോദിക്കാം. വളരെ സിമ്പിളാണ്, അത്ര ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല. ഇത് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണം. ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട്, മോണോക്കോട്ട് പഠിക്കാതെ ഒരിക്കലും പോകരുത് മക്കളെ. സെൽ തിയറിയുടെ ചോദ്യം ഇല്ലാത്ത ഏതെങ്കിലും ഒരു പരീക്ഷയുണ്ടോ? ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും എന്താ? ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമാണ് ഇൻ്റർവെലിൻ്റെ ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെൽ തിയറി വാസ് ഫോർമുലേറ്റഡ് ബൈ 2 സയൻറ്റിസ്റ്റ്. 2 സയൻറ്റിസ്റ്റാണ് എന്ത് ചെയ്തത്? സെൽ തിയറി എന്ന് പറയുന്ന ഈ കോശ സിദ്ധാന്തം എന്ത് ചെയ്തത്? കൊണ്ടുവന്നത്. ഒന്നാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ സയൻറ്റിസ്റ്റ്. വീക്ക് ചോദ്യം. റൈറ്റ് ദ 2 മെയിൻ പോയിന്റ്സ് ഇൻ സെൽ തിയറി. സെൽ തിയറിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റും കൂടെ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സയൻറ്റിസ്റ്റാണ് സെൽ തിയറി കൊണ്ടുവന്നത്? 2 പേരാണ്. മാറ്റിയാസ് ഷീൽഡൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റും തിയോഡർ ഷ്വാൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും. അപ്പോൾ സയൻറ്റിസ്റ്റിൻ്റെ പേര് എഴുതുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് സ്പെല്ലിങ് തെറ്റിക്കല്. മാറ്റിയാസ് ഷീൽഡൻ, അത് എഴുതി തന്നെ പഠിക്കണേ. അതേപോലെ തന്നെ തിയോഡർ ഷ്വാൻ, SHWANN, 2 N ഉണ്ട്, NN. അതേപോലെ തന്നെ എന്താണ് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി എന്താ പറയുന്നത്? ഓൾ ലിവിങ് ഓർഗാനിസം ആർ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാമോ? ഈ 2 വാക്ക് മനസ്സിലങ്ങ് സ്ട്രെസ് കൊടുക്ക്. ഇതാണ് വേണ്ടത് അവർക്ക്. കമ്പോസർ ഓഫ് സെല്ല്. എല്ലാ ജീവജാലങ്ങളും കോശങ്ങൾ വെച്ചാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് പറയുന്നത്. ഓൾ ലിവിങ് ഓർഗാനിസം ആർ കമ്പോസർ ഓഫ് സെല്ല് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെല്ല്. എല്ലാ ജീവജാലങ്ങളും, ജീവനുള്ള എല്ലാ ആൾക്കാരും എന്താ? സെല്ല് വെച്ചാണ് നിർമ്മിക്കപ്പെട്ടത്. അതാണ് സെൽ തിയറിയുടെ ഒന്നാമത്തെ പോയിന്റ്. എന്തുവാ? ഓൾ ലിവിങ് ഓർഗാനിസം ആർ കമ്പോസർ ഓഫ് സെല്ല് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെല്ല്. ഇനി രണ്ടാമത്തെ എന്തോ പറയുന്നത്? ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ, ഡെഡ് സെൽ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ഒരു സെല്ല് ഇത് പോയാൽ മറ്റേ സെല്ല് അവിടെ നിന്നാണ് അത് പുനർജനിച്ച് വരുന്നത്. അതാ പറയുന്നത് ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെല്ല്. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചത്? സെൽ തിയറി ആരാ കൊണ്ടുവന്നത്? മാറ്റിയാസ് ഷീൽഡൻ, തിയോഡർ ഷ്വാൻ. സെൽ തിയറിയുടെ ഫസ്റ്റ് പോയിന്റ് എന്തോ ഇപ്പം തന്നെ കാണാതെ പഠിച്ചേ. ഓൾ ലിവിങ് ഓർഗാനിസം ആർ മേഡപ്പ് ഓഫ് സെല്ലല്ല, കമ്പോസർ ഓഫ് സെല്ല്. മേഡപ്പ് ഓഫ് സെല്ല് നമ്മൾ 8ാം ക്ലാസ്സിലല്ലേ. ഇപ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ വലിയ ചെക്കന്മാരും ചേച്ചിമാരും ഒക്കെ ആയില്ലേ. അപ്പോൾ എന്താ പറയേണ്ടത്? കമ്പോസർ ഓഫ് സെല്ല് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെല്ല്. ഒന്നുകൂടെ പറഞ്ഞേ, എല്ലാ ജീവജാലങ്ങളും. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നത്? ഓൾ ലിവിങ് ഓർഗാനിസം ആർ കമ്പോസർ ഓഫ് സെല്ല്, പ്രോഡക്റ്റ് ഓഫ് സെല്ല്. 2 വാക്ക്, കമ്പോസർ ഓഫ് സെല്ല് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സെല്ല്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്തുവാ? ഓൾ സെൽ അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെല്ല്. ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെല്ല്. അപ്പോൾ കോശ സിദ്ധാന്തം കണ്ടുപിടിച്ച ആരായിരുന്നു? മാറ്റിയാസ് ഷീൽഡനും തിയോഡർ ഷ്വാനും. അപ്പോൾ ഒരിക്കലും മറക്കല്ലേ, സെൽ തിയറി കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരും ഒരിക്കലും മറക്കരുത് കേട്ടോ കുഞ്ഞുങ്ങളെ. സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ നമ്മൾ കുറേ ഓർഗനൽസിനെ പറ്റി പഠിക്കുന്നുണ്ടല്ലേ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം 2 തരത്തിലുണ്ട്. RER ഉണ്ട്, SCR ഉണ്ട്. RER എന്ന് വെച്ചാൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, SCR എന്ന് വെച്ചാൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ RER എന്താ? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. SCR എന്താ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. RER എന്താ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ബിയറിംഗ് റൈബോസോം ഓൺ ദെയർ സർഫസ്. അവരുടെ സർഫസിൽ റൈബോസോമിനെ വഹിക്കുന്നവരെയാണ് എന്ത് നമ്മൾ പറയുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ബെയറിംഗ് റൈബോസോം ഓൺ ദെയർ സർഫസ് ഈസ് കോൾഡ് RER. RERന്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചു, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ SCR എന്താണ്? SCRന്റെ ഫുൾ ഫോം ഓൾറെഡി നമുക്ക് അറിയാം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. അപ്പോൾ നോക്കി, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ലാക്കിംഗ്, മറ്റേത് ബെയർ ചെയ്യുന്നു, ഇവർക്കില്ല. ലാക്കിംഗ് റൈബോസോം ഓൺ ദെയർ സർഫസ് ആർ കോൾഡ് SCR. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പഠിച്ചത്? SCRഉം RERഉം തമ്മിലുള്ള വ്യത്യാസം.
RER എന്ന് വെച്ചാൽ എന്താ? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. SCR എന്ന് വെച്ചാൽ എന്താ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പം നമ്മൾ എത്ര ചോദ്യങ്ങൾ പഠിച്ചു? 6 ചോദ്യങ്ങൾ എന്ത് ചെയ്തു? നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഈ 6 ചോദ്യങ്ങൾ വളരെ സെറ്റമയായിട്ട് ഒന്ന് നിങ്ങളുടെ ബുക്കിൽ എഴുതി ഒന്ന് പഠിച്ചു നോക്കിക്കേ. അതേപോലെ നമ്മൾ അനാട്ടമിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റെമ്മ്, റൂട്ട്, ലീഫിൻ്റെ ഡൈക്കോട്ട് മോണോക്കോട്ട് വേർതിരിച്ച് പഠിക്കണം. 5 പോയിൻറ്റ്സ് 4 പോയിൻറ്റ്സ് ഉറപ്പായിട്ടും അതിലെന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. SCR RER മറക്കല്ലേ. RER എന്താ? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. SCR എന്താ? സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ മക്കളെ, ഈ ക്രിസ്മസ് സ്പെഷ്യൽ നമുക്ക് എന്ത് ചെയ്യാം? അടിച്ച് പൊളിച്ച് എഴുതാം. നമ്മുടെ മെയിൻ എക്സാമും ഒക്കെ വരുന്നുണ്ട്. ടെൻഷൻ ആവാതെ സന്തോഷത്തോടെ പഠിച്ചാൽ മതി. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ കണ്ട ചാപ്റ്റേഴ്സ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ടോപ്പിക്കെല്ലാം ഒരു ബുക്കിലോട്ട് എഴുതി സാവധാനത്തെ സന്തോഷത്തോടെ പഠിക്കുക. ഒരിക്കലും മറക്കരുത്, നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടനൊക്കെ അടിച്ചങ്ങ് പൊട്ടിച്ചേക്ക്. നമുക്ക് ഉറപ്പായിട്ടും നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഓൾ ദ ബെസ്റ്റ്.